വീടിന് ഐശ്വര്യമായി പണ്ടൊക്കെ ഉമ്മറത്ത് ചാരുകസേരയിൽ ഇങ്ങനെ ചിലരെ കാണാമായിരുന്നു. വെളുത്ത വസ്ത്രവും വെളുത്ത മുടിയും ചുളിവ് വീണ ശരീരവും കാതിൽ കടുക്കനോ തോടയോ ഒക്കെ അണിഞ്ഞ ഇവരെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കും മുത്തശ്ശി, മുത്തശ്ശ എന്ന്. അന്ന് കൂട്ടുകുടുംബമായിരുന്നല്ലോ. വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയവരും ഏറ്റവും പ്രായം കുറഞ്ഞവരും നല്ല കൂട്ടായിരുന്നു. പാട്ടുകളും കഥകളും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും സംശയങ്ങളുമൊക്കെയായി അവരങ്ങനെ കൂടും. ഇന്ന് മുത്തശ്ശിമാരെ കാണണമെങ്കിൽ ചില പ്രത്യേക ഇടങ്ങളിൽ പോകണം. അതിന് പേര് ഓൾഡ് ഏജ് ഹോം എന്നാണ്. ഇന്ന് എല്ലാവരും അണുകുടുംബത്തിലേക്കും തിരക്കുകളിലേക്കുമൊക്കെ മാറിയില്ലേ? ഈ കാഴ്ചകൾ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മുത്തശ്ശിയുണ്ട്. അല്ല, മുത്തശ്ശിയല്ല, ഞങ്ങൾക്ക് കുഞ്ഞമ്മയാണ്. എല്ലാവർക്കും കുഞ്ഞമ്മയാണ്. രജമ കാല് നീട്ടിയിരിക്കേ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞമ്മയോടൊപ്പം ഇരിക്കാനാണ്. വാർത്തകളെന്ത് ചൊല്ലിടാമോ, വഴിതെറ്റി വന്നതാണോ, കൂട്ടം പിഴച്ചിങ് പോന്നതാണോ. വളരെ ശ്രദ്ധിച്ച് സാവധാനം നടക്കുന്ന കുഞ്ഞമ്മയ്ക്ക് ഒരു കൈത്താങ്ങ് ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ കുഞ്ഞിക്കൈകൾ നിറഞ്ഞ സ്നേഹത്തോടെ ഒരു സമ്മാനം നൽകി. അത് കിട്ടിയപ്പോഴുള്ള കുഞ്ഞമ്മയുടെ സന്തോഷം ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം അല്ലേ? സ്നേഹപൂർവം. ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ, ചാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ വാരണാബ്ദ, വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ നാവോളം വന്നിക്കുന്നൻ.